അല്ല, ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ കാണാൻ പറ്റും. എനിക്കങ്ങനെ കാണാൻ പറ്റും. കുറേ ചരിത്രമായിട്ടും കാണാൻ പറ്റും. ചരിത്രവും കഥകളും കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞതെല്ലാം. കുറച്ച് ചരിത്രം ഉണ്ടാവാം. കാരണം ഉദാഹരണം പറഞ്ഞാൽ ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ബൈബിളിനെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് പ്രതിരോധത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്രയും പാണ്ഡിത്യം എനിക്കില്ലതാനും. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സമുദായം അതാണ്. പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം അതായത്. പിന്നെ മാത്രമല്ല ഈ തല്ലാൻ വരുന്നവർക്ക് സ്വന്തക്കാരാവുന്നതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അപ്പോ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്തെ ഭരണാധികാരി, റോമൻ ഭരണാധികാരി ആരായിരുന്നുള്ള ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അവിടുത്തെ റോമൻ ഗവർണർ ആരായിരുന്നൊക്കെ പറയുന്നത് മാച്ചാവുന്നുണ്ട്. അത് ചരിത്രത്തിലും ഏതാണ്ട് പറയുന്ന അതേ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ അത് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് വേണമെങ്കിൽ ഒരാൾക്ക് ഇതിൽ പോലും ചിലപ്പോൾ ഞാൻ നർക്കിക്കും. എന്താന്ന് വെച്ചാൽ ബൈബിൾ വായിച്ചാല് അഗസ്റ്റസ് സീസറിന്റെ കാലത്തായിരുന്നല്ലോ സെൻസസ്. ജൂയിഷ് ഇവരുടെ അമ്പലം പൊളിക്കുന്നത് AD 40 ആ സമയത്താണ് ശരിക്കും. അപ്പം AD 40 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ ശരിക്കും ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന പലരും ഒരു 40 വർഷത്തെ ഒരു ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കും. അല്ല, അതിനകത്തെ കാര്യം ചരിത്രം തെറ്റിപ്പോയതല്ലത്. ഈ കഥ അതിലേക്ക് ക്ലബ് ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റല്ല. മനസ്സിലായില്ലേ? ചരിത്രം തെറ്റാറില്ല. ചരിത്രമാണെങ്കിൽ ചരിത്രവും കഥയും നമ്മൾ വ്യത്യാസമാണല്ലോ. ചരിത്രം തെറ്റി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചരിത്രം ശരിയായിരിക്കും. കാരണം ചരിത്രം 1 കഴിഞ്ഞ 2 വരുള്ളൂ, 2 കഴിഞ്ഞ 3 വരുള്ളൂ. ചരിത്രത്തിൽ അങ്ങനെയാണ് അതിന്റെ ക്രമം വരേണ്ടത്. അതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ അതിലേക്ക് കഥ കൊണ്ടൊന്ന് ക്ലബ് ചെയ്യുമ്പോൾ ചിലപ്പം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതുമ്പോഴൊക്കെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കുറെ ഭാഗം ചരിത്രമുണ്ട്, കുറെ ഫിക്ഷനും ഉണ്ട്. ഫിക്ഷൻ അല്ല, മീൻസ് സാഹിത്യം പോലെ അതിനകത്ത് പലതും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്ത് തന്നെ ആയാലും ഇതൊക്കെ ബ്രില്യന്റ് വർക്കുകളാണെന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. ഒരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു കോടാനുകൂടി മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ആ സാഹിത്യമോ ആ ചരിത്രമോ അല്ലെങ്കിൽ ആ രേഖകളോ മാറിക്കഴിഞ്ഞു. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് മനുഷ്യരെ നന്മയിൽ ജീവിക്കാൻ, മനുഷ്യരെ ഉപദ്രവിക്കാതെ മനുഷ്യർക്ക് നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് പക്ഷേ അത് വേണമെന്നില്ല മര്യാദയ്ക്ക് ജീവിക്കാൻ. ഇത് ഇപ്പോൾ കുറച്ച് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ റീസെന്റ്